ഒരു വർഷത്തോടടുക്കുന്ന ഫലസ്തീനിലെ ക്രൂരതയുടെ നേർസാക്ഷ്യങ്ങളെ, ഗസയിലെ മനുഷ്യരുടെ വിലാപങ്ങളെ പുറം ലോകത്തെത്തിച്ച ധീരപ്രവർത്തനത്തിന് എമ്മി പുരസ്കാരം. ഫലസ്തീനിയൻ പത്രപ്രവർത്തക ബിസാൻ ഔദിയും അൽ ജസീറയുടെ എ++ഉമാണ് എമ്മി പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത്. ഇറ്റ്സ് ബിസാൻ ഫ്രം ഗസ ആൻഡ് ഐ ആം സ്റ്റിൽ അലൈവ് എന്ന ഡോക്യുമെൻ്ററിക്കാണ് മികച്ച ഹാർഡ് ന്യൂസ് ഫീച്ചർ സ്റ്റോറി വിഭാഗത്തിൽ എമ്മി പുരസ്കാരം ലഭിച്ചത്. 11 മാസത്തെ യുദ്ധത്തിനും നാശത്തിനുമിടയിൽ ഫലസ്തീനികളുടെ ദുരിതകഥകൾ ആഗോള പ്രേക്ഷകരിലേക്ക് എത്തിച്ചവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ബിസാൻ ഔദ. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഗസയ്ക്ക് മേൽ തുടങ്ങിയ വംശഹത്യയുടെ കാഴ്ചകൾ പുറം ലോകത്തെത്തിക്കാൻ അവർ കാണിച്ച ധീരതയ്ക്ക് സല്യൂട്ട് നൽകണം. ബിസാൻ ഔദയുടെ പേര് ലോക മാധ്യമ ഭൂപടത്തിലേക്ക് എഴുതി ചേർക്കേണ്ട പേരായി മാറിയിരിക്കുന്നു. ഈ അവാർഡ് ഫലസ്തീനിലെ യുവ പത്രപ്രവർത്തകരുടെയും അവരുടെ പ്രൊഫഷണലിസത്തിൻ്റെയും തെളിവാണ്. പതിറ്റാണ്ടുകളായി മുഖ്യധാര മാധ്യമങ്ങൾ ഫലസ്തീനികളെ അക്രമികളായി ചിത്രീകരിച്ചപ്പോൾ ബിസാന്റെ റിപ്പോർട്ടിംഗ് ഫലസ്തീനികളുടെ യഥാർത്ഥ ജീവിതം പുറത്തെത്തിച്ചു. ഈ എമ്മി പുരസ്കാരം നേടിയത് മനുഷ്യരാശിയുടെ വിജയമാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്കിടയിലും ഇത്തരം പ്രത്യാശകൾ നിറഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനം തോന്നുന്നു. ബിസാൻ റിപ്പോർട്ടിംഗ് തുടരും. എ++ ചാനൽ മാനേജിംഗ് ഡയറക്ടർ ഭീമ ഖത്തീബ് പറയുന്നു. ഇസ്രായേലി ബോംബാക്രമണത്തിൻ്റെ പ്രാരംഭ ദിനങ്ങളും ഗസയിലെ ജനങ്ങളിൽ അതുണ്ടാക്കിയ ആഘാതവും രേഖപ്പെടുത്തുന്ന ബിസാന്റെ ഡോക്യുമെൻ്ററിക്ക് എമ്മി അവാർഡിന് നാമനിർദ്ദേശം ലഭിച്ചപ്പോൾ അതിനെ എതിർത്ത് തീവ്ര ഇസ്രായേലി സംഘടന ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റി ഫോർ പീസ് ആണ് നാമനിർദ്ദേശത്തിനെതിരെ കത്ത് നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീനുമായി ബന്ധമുള്ളയാളാണ് ബിസാൻ ഔദി എന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേലി സംഘടനയുടെ കത്ത്. എന്നാൽ നാഷണൽ അക്കാദമി ഓഫ് ടെലിവിഷൻ ആൻഡ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവുമായ ആദം ഷാർപ്പ് ഈ നാമനിർദ്ദേശത്തെ അംഗീകരിച്ച് രംഗത്ത് വന്നു. പരിചയസമ്പന്നരായ പത്രപ്രവർത്തകർ ഉൾപ്പെടെ 2 പാനലുകൾ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും അക്കാദമി ആരോപണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പറഞ്ഞ് അദ്ദേഹം ഇസ്രായേലി സംഘടനയുടെ കത്തിനെ തള്ളി. ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടിങ്ങിനെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിസാന്റെ ഒപ്പം നിൽക്കുന്നതായി അൽ ജസീറയും വ്യക്തമാക്കിയിരുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബിസാനെ നിശബ്ദയാക്കാനാണെന്നും അവളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താനുള്ള ശ്രമമാണെന്നും അൽ ജസീറ ആരോപിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ 11 മാസത്തിനിടെ അൽ ജസീറയിൽ നിന്നുള്ള 3 പേർ ഉൾപ്പെടെ 130-ലധികം മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിലെ ഗവൺമെൻറ് മീഡിയ ഓഫീസ് മരിച്ച മാധ്യമപ്രവർത്തകരുടെയും റിപ്പോർട്ടർമാരുടെയും എണ്ണം 173 എന്നും പറയുന്നു. ലോകത്ത് ഒരിടത്തും ഒരു യുദ്ധത്തിലും ഉണ്ടാകാത്ത തരത്തിലാണ് ഇസ്രായേൽ ഗസയിൽ മാധ്യമവേട്ട നടത്തിയത്. പക്ഷേ എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ബിസാൻ ഔദിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഉള്ളിടത്തോളം ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ ജനത്തിനു മുന്നിൽ എത്തുക തന്നെ ചെയ്യും. Way2Nikah.com, the exclusive Muslim matrimonial site.